ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നിർമ്മിക്കുന്ന പുതിയ പ്രവേശന കവാടത്തിന്റെയും നടപ്പുരയുടെയും നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഈ വരുന്ന ജൂലൈ 7-നാണ് ഇരു നിലകളോട് കൂടിയ പുതിയ പ്രവേശന ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ശില്പങ്ങളോട് കൂടിയ തൂണുകളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഈ പുതിയ പ്രവേശന ഗോപുരവും നടപ്പന്തലും നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളുടെയും ദാരുശില്പങ്ങളുടെയും അലങ്കാരത്തോടെയാണ് പുതിയ 2 നില ഗോപുര കവാടം ഇനി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ വരവേൽക്കുക. ഗോപുരത്തിന്റെ മുകളിലെ താഴികക്കുടങ്ങളുടെ സമർപ്പണം നേരത്തെ പൂർത്തിയായിരുന്നു. പ്രവേശന ഗോപുരത്തിന്റെ താഴെ ഭാഗത്ത് ആഞ്ഞിലിമരത്തിൽ കൊത്തിയെടുത്ത അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, വ്യാളി രൂപങ്ങൾ എന്നിവ കാണാൻ കഴിയും. പ്രവേശന കവാടത്തിന്റെ 4 തൂണുകളിലായി ശ്രീ ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ എന്നിവരുടെ ശില്പങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പിയായ എളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ എളവള്ളി നന്ദനും സംഘവുമാണ് ഈ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത്. 2023 ഏപ്രിലാണ് കിഴക്കേ നടയിൽ പ്രവേശന ഗോപുരത്തിന്റെ നടപ്പന്തലിന്റെയും നിർമ്മാണം ആരംഭിച്ചത്. 20 തൂണുകളാണ് ഈ നടപ്പന്തലിന് ഉള്ളത്. ഓരോ തൂണിലും സിമന്റിൽ ചെയ്ത ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളും ഉണ്ടാകും. ഗോപുരത്തിന് മുകളിലായി സ്ഥാപിക്കുന്ന 3 താഴികക്കുടങ്ങൾ ചെമ്പിലാണ് വാർത്തിരിക്കുന്നത്. 4 തട്ടുകളുള്ള ഇതിന് 5.5 അടി ഉയരമുണ്ട്. ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ്. 3 താഴികക്കുടങ്ങൾ നിറയ്ക്കാൻ 93 കിലോ ഞവര നെല്ലാണ് വേണ്ടി വന്നത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ക്ഷേത്രം തന്ത്രിയുടെ കൂടി മേൽനോട്ടത്തിലാണ് നടപ്പുരയുടെ നവീകരണത്തിനുള്ള രൂപരേഖകൾ തയ്യാറാക്കിയത്. പ്രവാസി വ്യവസായിയും വെൽത്തൈ ഗ്രൂപ്പ് മേധാവിയുമായ വിഘ്നേഷ് വിജയകുമാറാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി പ്രവേശന ഗോപുരം നിർമ്മിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ പറയുന്ന കൂടുതൽ ശില്പങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇതിനായുള്ള പദ്ധതി തയ്യാറായി വരികയാണ് എന്നും വിഘ്നേഷ് പറഞ്ഞു.